മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിനിയാന്ന് സ്റ്റാർട്ട് ചെയ്ത ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. ഹൈപ്പ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ചില സന്തോഷകരമായ തീരുമാനങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും ഉടലെടുക്കുന്നു. ഇത് നിങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഈ റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ പേഴ്സന്റെ കറണ്ട് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ബി അവെയർ ഓഫ് ലവ് ഇല്യൂഷൻ, സീ റിയാലിറ്റി ക്ലിയർലി ആണ്. വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് ഇല്യൂഷൻസിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഒരുപാട് മായാജാലം, മിഥ്യാധാരണകൾ, തെറ്റിദ്ധാരണകൾ, അത് ഒരുപാടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള നിങ്ങളുമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ കാര്യത്തിൽ തെറ്റിദ്ധാരണകൾ, ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകാം, കൊളീഗ്സ് ഉണ്ടാകാം, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങളെ തെറ്റിദ്ധരിക്കുക, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു മിഥ്യാധാരണകൾ, അതായത് തെറ്റിദ്ധാരണകൾ എല്ലാം മാറ്റിവെച്ചിട്ട് സത്യാവസ്ഥയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. അതായത് തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിവെച്ചിട്ട് ഒരു സത്യാവസ്ഥയിലേക്ക് വരുന്ന, അല്ലെങ്കിൽ സത്യം ഏതാണ്, സത്യസന്ധമായ കാര്യം ഏതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങളിൽ നിന്നും ഈ പേഴ്സൺ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങൾ, ഇപ്പൊ ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടിയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതായത് നമ്മൾ മനസ്സുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കും അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത്തരം സ്വഭാവത്തിൽ നിന്നും ഈ പേഴ്സൺ പുറത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടേക്ക് ടൈം ടു റിഫ്ലക്റ്റ് ആണ്, മിറർ ഗാർഡിയൻ ആണ്. അതായത് ഇപ്പോൾ ഈ പേഴ്സൺ നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് കടന്നിട്ട് പോസിബിലിറ്റീസ് എന്താണ്, അതായത് ആവശ്യങ്ങൾ എന്താണ്, സാധ്യതകൾ എന്താണ്, പോസിറ്റിവിറ്റി എന്താണ്, ഇത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് മാത്രമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ചിട്ട് ഈ വ്യക്തിക്ക് ചിന്തയില്ല. നെഗറ്റീവായിട്ട് ഇരുന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ. പക്ഷെ ആ നെഗറ്റിവിറ്റിയിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ, എന്തൊക്കെ സാധ്യതകളാണുള്ളത്, എന്തൊക്കെ ആവശ്യങ്ങളാണുള്ളത്, എന്തൊക്കെ പോസിറ്റീവ് ആണുള്ളത് എന്നാണ് ഈ പേഴ്സൺ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ഒരുപാട് സന്തോഷം കൊണ്ടുതരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് ഒരു വിധത്തിലും സന്തോഷിപ്പിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടായിട്ടില്ലായിരിക്കാം. അതായത് നിങ്ങളെപ്പോഴും വേദനിപ്പിക്കുക, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, തെറ്റിദ്ധാരണകൾ, ഇതൊക്കെ കാരണം ഒരുപാട് വേദനിപ്പിക്കുക അല്ലെങ്കിൽ അസ്വസ്ഥതപ്പെടുത്തുകയാണ് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പീക്സ് ഓഫ് ജോയ് ആണ് കാണിക്കുന്നത്. അതായത് സന്തോഷകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റോ, എത്രമാത്രം പോസിറ്റീവായിട്ട്
ഈ റിലേഷൻഷിപ്പിനെ കൈകാര്യം ചെയ്യാൻ പറ്റും, ആ ഒരു ലെവലിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ആ ഒരു സന്തോഷകരമായിട്ടുള്ളൊരു മാറ്റമാണ് ഈ പേഴ്സൺ കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് എന്താണ് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓ, ബ്യൂട്ടിഫുൾ റൊമാൻസ്. റൊമാൻസ് ആണ്. അതായത് നിങ്ങൾക്കിടയിൽ പലപ്പോഴും തെറ്റിദ്ധാരണകൾ കാരണം, പ്രശ്നങ്ങൾ കാരണം ഇല്ലാതായി പോയിട്ടുള്ളത് ഒരുപാട് മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ്. ഒരുപാട് മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഇല്ലാതെ ആയി പോയിട്ടുണ്ട്, നശിഞ്ഞു പോയിട്ടുണ്ട്. തെറ്റിദ്ധാരണകൾ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പേഴ്സന്റെ എന്താ പറയാ, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണിലേക്കാണെങ്കിലും നിങ്ങളിലേക്കാണെങ്കിലും ഇപ്പോൾ ഏഞ്ചൽസ് തരാൻ ആഗ്രഹിക്കുന്നത് റൊമാൻസ് ആണ്. റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുവരാനാണ് നിങ്ങളുടെ ഏഞ്ചൽസ്. നിങ്ങൾ ചിലപ്പോൾ ഏഞ്ചൽസിന് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം, അഫർമേഷൻസും സ്പെൽ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അതുകൊണ്ട് ഇവിടെ റൊമാൻസ് ആണ് ഏഞ്ചൽസ് കൊണ്ടുതരാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് ഉണ്ടായിരുന്നത്. കുറ്റങ്ങൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ മാത്രം, നിങ്ങളുടെ ഇല്ലായ്മകൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്വഭാവ പ്രകൃതമുള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. എന്നാൽ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള നന്മകൾ, നിങ്ങളെക്കുറിച്ചിട്ടുള്ള പോസിറ്റീവായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളിലെ നന്മകൾ എന്താണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണ്, നിങ്ങളിലെ നന്മകൾ എന്താണ്, നിങ്ങളുടെ പോസിറ്റീവ് സൈഡ് എന്താണ്, നിങ്ങളുടെ അഡ്വാൻറ്റേജസ് എന്താണ്, ഇതാണ് ഈ പേഴ്സൺ ഇപ്പോൾ നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം അതിൻ്റെ അർത്ഥം ഈ പേഴ്സൺ പോസിറ്റിവിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്ത് കാര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ പോസിറ്റീവ് കണ്ടെത്താനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫൈൻഡ് എ ബാലൻസ് ആണ്. ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ബാലൻസ് ഇല്ലാത്ത ഒരവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരു പെൺകുട്ടി ഇരുന്നു കൊണ്ട് എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ട്. അത് ചിലപ്പോൾ അഫർമേഷൻസ് എഴുതുന്നതായിരിക്കാം, പ്രാർത്ഥന എഴുതുന്നതായിരിക്കാം. ഒരുപാട് ക്രിസ്റ്റൽസ് ഇരിക്കുന്നുണ്ട്, മെഴുകുതിരി പ്രാർത്ഥന കാണിക്കുന്നുണ്ട്. അതുപോലെ സംതിങ് ഒരു ഐഡൽ ബോൾ കാണിക്കുന്നു. അതുപോലെ ചില പെർഫ്യൂം ഫ്രാഗ്രൻസ്, അത് നമ്മൾ സ്പിരിച്വൽ പ്രാക്ടീസസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ പണ്ടെപ്പോഴോ ചെയ്ത് നിർത്തിക്കളഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥനയായിരിക്കാം. എന്താണെങ്കിലും അതിൻ്റെ ഒരു ഗുണം ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട്, ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഫൈൻഡ് എ ബാലൻസ് ആണ്. അതായത് ഒരു ബാലൻസ് വരുന്ന ഒരവസ്ഥ. നിങ്ങൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വലിയൊരു പോസിറ്റീവ് സിഗ്നൽ ആയിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ വ്യക്തിയിൽ വന്നിരിക്കുന്ന സന്തോഷകരമായിട്ടുള്ള ചില ഒരു തീരുമാനങ്ങൾ എന്നൊക്കെ പറയുന്നത് ഈ പേഴ്സന്റെ സ്വന്തം കാര്യം നോക്കുക എന്നുള്ളതാണ്. ഈ പേഴ്സൺ പലപ്പോഴും ഈ പേഴ്സന്റെ സ്വന്തം ശരീരം പോലും, ആരോഗ്യം പോലും നോക്കാണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക, അവർക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു കാര്യമാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ എന്താണ് ലഭിച്ചത്, എന്താണ് ഈ പേഴ്സണ് നേടാൻ സാധിച്ചത് എന്നുള്ളൊരു ചോദ്യമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പേഴ്സൺ സ്വന്തം കാര്യം നന്നായിട്ട് നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. ട്രീറ്റ് യുവർ ബോഡി ലൈക്ക് എ പാലസ് എന്നാണ്. അതായത് ഒരു കൊട്ടാരം പോലെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് എക്സസൈസ് ചെയ്യുക, സ്വന്തം കാര്യം നോക്കുക, നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുക, നിങ്ങളുടെ മനസ്സറിയുക, നിങ്ങളായിട്ട് അടുക്കുക, ഈ പേഴ്സന്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിൽ മെച്ചപ്പെടൽ ഉണ്ടാക്കിയെടുക്കുക. ഇതാണ് ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ പേഴ്സന്റെ സ്വന്തം കാര്യം എന്താണ്, നന്നായിട്ട് നോക്കി മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് എന്നാണ്. എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടെയും യാതൊരു തരത്തിലുള്ള നിരുത്സാഹമില്ലാതെ സ്ഥിരോത്സാഹത്തോടുകൂടി പെർസിവറൻസോട് കൂടി മുന്നോട്ട് പോകാനാണ് ഏഞ്ചൽസും പറയുന്നത്. റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യൂ, പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് റൊമാൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കൂ എന്ന് തന്നെയാണ്.
അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ പ്രതീക്ഷകൾ കൈവിടേണ്ട ആവശ്യമില്ല. കാരണം ഈ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ പ്രതീക്ഷകൾ കൈവിട്ട് പോയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഇത് നിന്നു, ഇത് തീർന്നു എന്ന് വിചാരിക്കുന്ന അവസ്ഥയായിരിക്കാം. പക്ഷെ ആ തീർന്നിടത്ത് തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. 10ൽ നിന്നും വീണ്ടും 1ൽ നിന്നും തൊട്ട് തുടങ്ങുന്ന ഒരവസ്ഥ. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജീസ് എംപ്രസ് ആണ് കാണിക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. എംപ്രസ് എന്ന് പറയുന്നത് എല്ലാം തികഞ്ഞു വളരെ സന്തോഷകരമായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. ആൻഡ് ഓൾസോ അത് നിങ്ങളിലേക്ക് വളരെ വേഗത്തിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഭൂരിഭാഗം സ്ത്രീകളാണ് കാണുന്നത്. ഈ സ്ത്രീകളുടെ ഒരു എനർജിയെ സൂചിപ്പിക്കുന്ന കാർഡാണ് നമുക്ക് ഏറ്റവും അവസാനം കിട്ടിയിട്ടുള്ളത്. ഇന്ന് ക്ലൂസ് എടുക്കുന്നില്ല. അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ കസ്റ്റമേഴ്സ്, പുതിയ സബ്സ്ക്രൈബേഴ്സ്, പുതിയ വ്യൂവേഴ്സ്, നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വ്യൂവേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് പറയാണ്. ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പേഴ്സണൽ റീഡിങ്ങിന്റെ. അപ്പോൾ നമ്മളത് ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ യൂട്യൂബിൽ കാണിക്കില്ല. അപ്പോൾ അതിന്റെ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.